പേർക്കും സുഖമല്ലേ? ഇപ്പോൾ വേനൽക്കാലമല്ലേ? ചൂട് സമയത്ത് എല്ലാ പേർക്കും ഹാപ്പി ആവാനും ശരീരം തണുക്കാനും നല്ലൊരു സർബത്തായാലോ? അതിനായി വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം 2 ഗ്ലാസ് പാല് തിളപ്പിച്ച് അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കാച്ചി അതിൽ ഇനി ഒരു കോൺഫ്ലവർ മാവ് 1 സ്പൂണ് കുറച്ച് അര ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് കട്ടയില്ലാതെ നല്ല കലക്കി ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തുടരെ കലക്കിക്കൊണ്ടിരിക്കണം. കട്ട കൂടാതെ വേണം കലക്കാൻ. അത് നല്ല കലക്കി വിട്ട് തിളച്ച് വരുന്നത് വരെ ഒരേ കണക്കിന് തുടർന്ന് കലക്കിക്കൊണ്ടിരിക്കണം. കൈവിടാതെ കലക്കണം. നല്ല തിളച്ച് നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ ഇനി തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കണം. സർബത്തിന് വേണ്ടി ഒരു ജാർ എടുത്ത് ഇത് ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ച് കട്ടയായി കുറച്ച് പാലും കൂടെയാണ് അത് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ഒരു 3 ഗ്ലാസ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം 1 ഗ്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് അടിക്കാൻ പോകുന്നത്. പിന്നെ കണ്ടൻസ് മിൽക്ക് അത് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് അവരവരുടെ മധുരം അനുസരിച്ച് അങ്ങ് ചേർക്കാം. ഇവിടെ ഞാൻ അതിര് കവിഞ്ഞ മധുരം ചേർക്കുന്നില്ല. ഇതും കൂടെ ചേർത്ത് അടച്ച് ഇതിനെ നല്ലതുപോലെ അടിച്ചെടുക്കാം. ഈ അടിച്ച പാലിന് കുറച്ച് ഐസ് കട്ടകൾ കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇവിടെ ഒരു 2 പഴം അണ്ണാമ്പഴം ഞാൻ പീസാക്കി തൊലി കളഞ്ഞ് പീസാക്കി വെച്ചിരിക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിച്ചെടുക്കാം. ഇത് അടിച്ച് കഴിഞ്ഞ് ഇത് തുറന്ന് ഇതേ ലെവലിലാണ് ഇത്. എല്ലാം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് ഇനി ഈ ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ കോൺഫ്ലവർ മാവും കൂടെ ചേർത്ത് റെഡിയാക്കിയ ക്രീമി ഫ്രീസറിൽ വെച്ചതാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിൻ്റെ പാൽ ഐസ്ക്രീം കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ആദ്യം 2 അണ്ണാമ്പഴം ചെറു പീസുകളാക്കി വെച്ചത് അതിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് നൊങ്കിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായ പൾപ്പ് പോലെ ഇരിക്കുന്ന ഇതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കസ്കസാണ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 2 സ്പൂൺ എടുത്ത് നല്ല ഒരു ടേബിൾ സ്പൂണാണ് 2 സ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങാപ്പഴം ഞാൻ ചേർക്കുന്നുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാങ്ങാപ്പഴവും ചേർക്കുന്നുണ്ട്. ഇനി അടുത്ത് ചേർക്കുന്നത് മാതളത്തിൻ്റെ തൊലി കളഞ്ഞ് എടുത്തത് ഒരു 1/2 കപ്പ് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈന്തപ്പഴം അത് ചെറു പീസുകളായി കൊത്തി അരിഞ്ഞതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുടെ
പീസ്, അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. പിന്നെ കറുത്ത മുന്തിരി, അത് കുറച്ച് ഒരു 1/2 കപ്പ്, അതും ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ്, അത് അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഫുള്ളും നല്ല മിക്സാക്കി എടുക്കുക. നല്ല വാനിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് അവരവരുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. സർബത്ത് പൂർണ്ണമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്വാദുള്ളതാണ്. ഇത് ഗ്ലാസ്സിലേക്ക് ഇനി മാറ്റാം. സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. അത്രയ്ക്ക് നല്ലൊരു സർബത്താണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.